Hi friends, welcome to Cooperative Winner. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലെ 18ാമത്തെ വീഡിയോ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 17 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാങ്കിങ്, കോപ്പറേഷൻ, IT ആൻഡ് സൈബർ ലോ ഡിവൈഡ് ചെയ്തിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്, അതുപോലെ തന്നെ സർഫസായി ആക്ട് 2002 എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് NPA എന്ന് പറഞ്ഞാൽ? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലോൺ ദാറ്റ് ഈസ് ഇൻ ഡിഫോൾട്ട്. ഡിഫോൾട്ടിൽ എ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ലോണിനെയാണ് NPA എന്ന് പറയും. അതായത് ലോൺ കൊടുക്കുക അല്ലേ. ഇപ്പോൾ ഒരു ബാങ്ക് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യും. ഈ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം? അത് റീപേ ചെയ്യണം. പക്ഷേ ഇൻ കേസ് അവർ റീപേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അത്തരം ലോണുകളൊക്കെ ഡിഫോൾട്ടായിട്ട് കിടക്കും. അങ്ങനെയുള്ള ലോണിനെയാണ് NPA എന്ന് പറയുക. ക്ലിയർ ആയില്ലേ? ഇറ്റ് സീസസ് ടു ജനറേറ്റ് ഇൻകം ഫോർ ദ ബാങ്ക്. ബാങ്കിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീനെ അത് എന്ത് ചെയ്യും? സീസ് ചെയ്യും അല്ലേ, ഇല്ലാതാക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം തിരിച്ച് ആ 1 lakh റുപ്പീസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 lakh റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു? ലോണായിട്ട് പ്രൊവൈഡ് ചെയ്തു. ആ 2 lakh റുപ്പീസ് തിരിച്ച് ആ 2 lakh റുപ്പീസും ഇൻട്രസ്റ്റും തിരിച്ച് നമ്മുടെ ബാങ്കിൽ വന്നെങ്കിൽ മാത്രമേ വീണ്ടും നമുക്ക് അത് ലെൻഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് ആ 2 ലക്ഷം നമുക്ക് ഡിഫോൾട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ ആ ബാങ്കിൻ്റെ ഒരു ലോസ് തന്നെ ആയിരിക്കും അത്. അപ്പോൾ അതാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ഓക്കെ, ലോസ് അസറ്റ് സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, അതുപോലെ തന്നെ ലോസ് അസറ്റ്. അങ്ങനെ 4 ആയിട്ട് നമുക്ക് NPAനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. ഇത് നോൺ പെർഫോമിംഗ് അല്ലാതെ അത് പെർഫോമിംഗ് അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. അപ്പോൾ പെർഫോമിംഗ് അസറ്റിനെ നമുക്ക് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. ബാക്കി 3 എണ്ണമാണ് NPAയിൽ വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അരിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോൺ ഡസ് നോട്ട് എക്സീഡ് 90 days. അതായത് ഒരു NPA ആവാൻ പോസിബിലിറ്റി ഉള്ള ഒരു ലോണിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ലോണും അതുപോലെ ഇൻട്രസ്റ്റും 90 days എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ, അത് റീപേ ചെയ്യാനുള്ള കാലാവധി കൊടുത്തിട്ട് അത് 90 days എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം അസറ്റിനെ നമുക്ക് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. അതായത് ഫിനാൻഷ്യൽ ഇയറിന് ശേഷവും 90 days തന്നെ ആ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൊടുക്കാനുള്ള കഴിവ് കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ കൊടുത്തെങ്കിൽ അത്തരം അസറ്റിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. ഈ NPAൻ്റെ ഒരു മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 days ആണ്, 90 ദിവസം. ആ 90 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ 90 daysനുള്ളിൽ ആ ഡിഫോൾട്ടായിട്ടുള്ള എമൗണ്ടും ഇൻട്രസ്റ്റും കൊടുക്കാൻ കസ്റ്റമർക്ക് കഴിഞ്ഞാൽ അത്തരം അസറ്റിനെ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. അതായത് പെർഫോമിംഗ് അസറ്റാണ്, അതിന് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ആണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് റിമെയിൻഡ് ഫോർ NPA ഫോർ എ പീരിയഡ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months. അതായത് 1 year ആയിട്ട് NPA ആയിട്ട് കിടക്കുന്ന അസറ്റിനാണ് എന്ത് പറയുക? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുക. ഒരു വർഷമായിട്ട് അപ്പോൾ ആ പീരീഡ് 90 days പീരീഡൊക്കെ കൊടുത്ത ശേഷവും 1 year ആയിട്ട് അത് NPA ആയിട്ട് കിടക്കുകയാണ്, നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ അത്തരം അസറ്റുകളെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. 12 months ആയിട്ട്, 12 months അല്ലെങ്കിൽ എന്താ ഈക്വലോ അല്ലെങ്കിൽ അതിന് കുറവോ പീരീഡിൽ NPA ആയിട്ട് കിടക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡൗട്ട്ഫുൾ അസറ്റ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് തന്നെയാണ്, അത് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് 12 months എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം അസറ്റിനെയാണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയാം. ഡൗട്ട്ഫുൾ അസറ്റ് വിച്ച് ഹാസ് റിമെയിൻഡ് ഇൻ ദ സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറി ഫോർ എ പീരിയഡ് ഓഫ് മോർ ദാൻ 12 months.
അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ ലെസ് ദാൻ 12 മന്ത് ആണെങ്കിൽ അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, അല്ലെങ്കിൽ മോർ ദാൻ 12 മന്ത് ആണെങ്കിൽ അത് ഡൗട്ട്ഫുൾ അസറ്റിലാണ് വരിക. അപ്പോൾ ഈ ഡൗട്ട്ഫുൾ അസറ്റിൽ കുറച്ച് കാറ്റഗറി പറയുന്നുണ്ട്. അതായത് അപ് ടു 1 ഇയർ വരെ അത് NPA ആയിട്ട് കിടക്കുകയാണെങ്കിൽ 20% പ്രൊവിഷനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അത് മീറ്റ് ചെയ്യാനുള്ളത്, ആ ലോസ് മീറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുക, അതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. 2 ഇയർ ആയിട്ടും അപ് ടു 2 ഇയർ ആയിട്ടും അത് NPA ആയിട്ട് കിടക്കുകയാണെങ്കിൽ 30% പ്രൊവിഷൻ അതിലേക്ക് മാറ്റി വയ്ക്കണം. എത്രയാണോ ആ ലോൺ എമൗണ്ട് അതിൻ്റെ 30% നമ്മൾ പ്രൊവിഷനിലേക്ക് മാറ്റി വയ്ക്കണം. 3 ഇയർ ആയിട്ടും അത് 3 ഇയർ ആയിട്ടും അത് NPA ആയിട്ട് കിടക്കുകയാണെങ്കിൽ 100% പ്രൊവിഷൻ നമ്മൾ അതിലേക്ക് മാറ്റി വയ്ക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ് ടു 1 ഇയർ ആണെങ്കിൽ 20% പ്രൊവിഷൻ മാറ്റി വയ്ക്കണം. 2 ഇയർ ആയിട്ടും ആ എമൗണ്ട് NPA ആയിട്ട് കിടക്കുകയാണെങ്കിൽ 30%, 3 ഇയർ ആയിട്ട് NPA ആയിട്ട് കിടക്കുകയാണെങ്കിൽ 100% നമ്മൾ മാറ്റി വയ്ക്കണം. നെക്സ്റ്റ് ആണ് ലോസ് അസറ്റ്. എന്താണ് ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ലോസ് അസറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് നോട്ട് റിക്കവറബിൾ, അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത അസറ്റിനെയാണ് ലോസ് അസറ്റ് എന്ന് പറയുക. ഇവിടെ ലോസ് ഐഡൻറ്റിഫൈ ചെയ്യണത് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ ബാങ്ക് ഓർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഓർ ദ RBI ഇൻസ്പെക്ഷൻ. ഒന്നെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റർ ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ ആവാം, അല്ലെങ്കിൽ RBI ഇൻസ്പെക്ഷനിലോ അത് ലോസ് അസറ്റാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത അസറ്റിനെയാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് നോട്ട് ബീൻ റിട്ടൺ ഓഫ് വോളി. ഇത് ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് റിട്ടൺ ഓഫ് ചെയ്ത് കളയില്ല, ഇതൊരു ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ പോലും ഇത് ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റാണ്. ലോണിലൊക്കെ ഡിഫോൾട്ട് വരുത്തുന്നതിനാണ് NPA എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് അസറ്റാന്ന് പറഞ്ഞു. അത് ഡിഫോൾട്ട് ആ ഒരു പീരീഡ് കൊടുത്തിട്ട് പെട്ടെന്ന് അടയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് അസറ്റായി കണക്കാക്കാം. 1 ഇയറിന് താഴെ NPA ആയി കിടക്കുന്ന അസറ്റ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, 1 ഇയറിന് കൂടുതൽ കിടക്കുന്ന NPAനെ ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയും. പിന്നെ RBI അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ ബാങ്ക് ഡിക്ലെയർ ചെയ്ത അസറ്റിന് ലോസാന്ന് ഡിക്ലെയർ ചെയ്തതിന് നമുക്ക് ലോസ് അസറ്റ് എന്ന് വിളിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോയാണ് സർഫസായി ആക്ട് 2002. സർഫസായി ആക്ട് 2002 ജൂൺ 21 നിലയിൽ വന്നത്. സർഫസായി എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. സർഫസായി അതിൻ്റെ ശരിക്കും പഠിച്ചു വയ്ക്കണമെങ്കിൽ സർഫ ESI എന്ന് പഠിച്ചാൽ മതി. സ്പെല്ലിങ് കറക്റ്റ് കിട്ടണമെങ്കിൽ സർഫ ESI നമുക്കറിയുന്നതാണല്ലോ, സർഫ ESI അല്ലേ. സർഫസായി ആക്ട് ആണ് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് അതിൻ്റെ ഫുൾ ഫോം എന്തായാലും പഠിച്ചു വയ്ക്കണം. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഓക്കെ, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് നിലവിൽ വന്ന് 2002 ജൂൺ 21. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. നോൺ പെർഫോമിംഗ് അസറ്റ് റിക്കവർ ചെയ്യാനുള്ളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ് സർഫസായി ആക്ട് എന്ന് പറയുന്നത്. ഡെപ്റ്റ് റിക്കവറി, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെപ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാം. NPA എന്ന് പറയുന്നത് ഒരു ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറും. ആ ബാഡ് ഡെപ്റ്റിൻ്റെ റിക്കവറിയാണ് ഈ ആക്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി ഫോർ സെക്യൂർഡ് ലോൺസ്. സെക്യൂർഡ് ലോൺസിന് മാത്രമേ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളൂ. അതായത് ഒരു സെക്യൂരിറ്റീൻ്റെ മുകളിൽ നമ്മൾ ലോൺ കൊടുക്കില്ലേ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ലാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കില്ലേ, അതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആക്ട് പാസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ആ സെക്യൂരിറ്റി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചെടുക്കാൻ പറ്റും. ഇൻ കേസ് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് കുറച്ച് റൂൾസ് റെഗുലേഷൻ ഉണ്ട്. അത് കോർട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. മറ്റെല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആക്ടിലൂടെ പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 1 ലാഖിന് താഴെയുള്ള, അതായത് നോട്ട് അപ്ലിക്കബിൾ ടു ലോൺസ് ബിലോ ₹1 ലാഖ്. 1 ലാഖിന് താഴെയുള്ള ലോൺസിനൊന്നും ഈ ആക്ട് നമുക്ക് അപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. ദെൻ പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPA ഈസ് റിസ്ക് കോസ്റ്റ്. പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPA ഈസ് റിസ്ക് കോസ്റ്റാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. NPAക്ക് മാറ്റി വയ്ക്കുന്ന പ്രൊവിഷനെ നമുക്ക് റിസ്ക് കോസ്റ്റ് എന്ന് പറയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ആണ് ഡിഫോൾട്ട് ഓൺ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഫോർ 6 മന്ത്. ഇപ്പോൾ 6 മാസമായിട്ടും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു 60 ഡേയ്സ് നോട്ടീസ് കൊടുക്കുക. ഒരു 60 ദിവസം നമുക്ക് ടൈം കൊടുക്കാം ആ ലോണ് തിരിച്ചടയ്ക്കാൻ വേണ്ടി. എന്നിട്ടും അവർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ നമുക്ക്
അത്തരം ലോണുകൾ നമുക്ക് NPA ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ January 28, 2003. 2003 ജനുവരി 28-നാണിത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അപ്ലിക്കബിൾ ആയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇത് മൂന്നാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, ഈ ആക്ട് കൺട്രോൾ ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ബാങ്ക്, ഒരു NPA എങ്ങനെ ഉണ്ടാവുന്നത്? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പുവറായിട്ടുള്ള ക്രെഡിറ്റ് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റീൻ്റെ പ്രോപ്പർ ഇവാലുവേഷൻ ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ കൊണ്ടൊക്കെ എന്ത് വരാം, NPA ആവാനുള്ള പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ ഒരു ബോറോവറെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ ബോറോവർക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ലോസ് ഉണ്ടാവാം, ബിസിനസ് ഫെയിലിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ എക്കണോമി സ്ലോ ഡൗൺ ചെയ്യുക. അപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് NPA ഉണ്ടാവാൻ. അപ്പോൾ ഈ സർഫസായി ആക്ട് എന്ന് പറഞ്ഞാൽ ആ ഭൂമി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ബാങ്കിന് അതൊരു എന്താ പറയുക ധൈര്യമാണ്, നമുക്ക് ലോൺ തരാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഇൻ കേസ് ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോപ്പർട്ടി അവർക്ക് ഏറ്റെടുക്കാൻ പറ്റും. അത് അവർക്ക് ജപ്തി ചെയ്യുക, അല്ലെങ്കിൽ അത് വിൽക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് അവർ സെക്യൂരിറ്റീൻ്റെ ബേസിൽ നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ സർഫസായി ആക്ട് എന്ന് പറഞ്ഞാൽ NPA റിക്കവർ ചെയ്യാനുള്ള ഒരു ആക്റ്റാണ്. 1 lakhന് ബിലോ ഉള്ള ഇതിനൊന്നും ലോണിനൊന്നും അപ്ലിക്കബിൾ അല്ല, സെക്യൂർഡ് ലോണിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് 2002 ജൂൺ 21, ആ ഡേറ്റ് മറക്കാതെ പഠിക്കണം. 2002 ജൂൺ 21-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, പഠിക്കുക. താങ്ക് യു.